നമസ്കാരം. ഇനി അങ്ങോട്ട് ബി ജെ പിയുടെ താണ്ഡവമാണ്. ബി ജെ പി ദക്ഷിണേന്ത്യയിലേക്ക് കൂടി അവരുടെ തേരോട്ടം തുടർന്നു കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യ എന്ന് പറയപ്പെടുന്നത് ഒരു കാവ്യവൽകൃതമായ ഒരു സംവിധാനത്തിന് കീഴിലാകും എന്നുള്ള കാര്യത്തിലും സംശയമില്ല. അതായത് കോൺഗ്രസ് മുക്ത ഭാരതമെന്ന ബി ജെ പിയുടെ അവരുടെ ഏക ലക്ഷ്യം അത് പൂർത്തീകരിക്കാൻ പോകുന്നു എന്ന് വേണമെങ്കിൽ പറയാം. 2024 അതിൻ്റെ പൂർത്തീകരണം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലുമാണ് ബി ജെ പി. ഏക സിവിൽ കോഡ്, ഈ ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ടിട്ട് അത് നടപ്പാക്കുമെന്ന നടനും ബി ജെ പിയുടെ നേതാവുമായിട്ടുള്ള സുരേഷ് ഗോപിയുടെ ഒരു പരാമർശമുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. ആ പരാമർശത്തിനെതിരെ ഇപ്പോൾ മുസ്ലിം ലീഗ് രംഗത്തെത്തിയിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പാണ് സുരേഷ് ഗോപിയുടെ ലക്ഷ്യമെന്നാണ് മുസ്ലിം ലീഗിൻ്റെ നേതാവായിട്ടുള്ള PMA സലാം പ്രതികരിച്ചിരിക്കുന്നത്. വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുവാനുള്ള ഒരു ശ്രമം നടത്തുന്നു. എന്നാൽ ബി ജെ പിയുടെ വലയിൽ ആരും വീഴില്ല എന്നുള്ള കാര്യം കൂടി സലാം പറഞ്ഞു വെക്കുകയാണ്. അതായത് ഹജ്ജ് സമയത്ത് വിമാന ടിക്കറ്റ് നിരക്ക് കൂട്ടിയതിനെതിരെയും മുസ്ലിം ലീഗ് പലപ്പോഴും പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. അതായത് ഈ കരിപ്പൂരിൽ നിന്നുള്ള ഹാജിമാർ നേരിടുന്നത് കടുത്ത വെല്ലുവിളിയാണ്, കടുത്ത വിവേചനമാണ് എന്ന് പറയുന്നുണ്ട്. അതായത് ഉംറ യാത്രയ്ക്ക് ഏകദേശം 35,000 രൂപ മാത്രമാണ് നിരക്ക്. പരസ്യമായി പക്ഷേ എങ്ങനെ കൊള്ള നടത്താൻ സാധിക്കുന്നു എന്നുള്ള ചോദ്യങ്ങളൊക്കെ മുസ്ലിം ലീഗ് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. കാരണം ടെൻഡറിലെ കള്ളക്കളി അത് പുറത്തു കൊണ്ടുവരേണ്ട ഒരു സാഹചര്യമാണ്. വലിയ ചാർജ് വരുമ്പോൾ റീടെൻഡറാണ് സാധാരണയായിട്ട് നടപ്പിലാക്കുന്ന ചില നടപടികളെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് കള്ളക്കളി സംശയിക്കുന്നത് എന്നൊക്കെയാണ് മുസ്ലിം ലീഗ് പറയുന്നത്. ഈ ഉംറയിലേക്കുള്ള യാത്രയുമായി ബന്ധപ്പെട്ടിട്ട് അതായത് വിമാനം കൊണ്ടുവന്ന് യാത്ര നടത്തൂ എന്ന അബ്ദുള്ള കുട്ടിയുടെ ഒരു പരാമർശം കൂടി ഉണ്ടായിരുന്നു. ആ പരാമർശത്തെ ഒരിക്കലും അംഗീകരിക്കാനാവില്ല എന്നുകൂടി അവർ പറയുകയാണ്. കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി കൃത്യമായിട്ടുള്ള യോഗം ചേർന്ന് അത്തരത്തിലൊരു തീരുമാനം എടുക്കാറില്ല എന്നുള്ള ഒരു പരാതിയുണ്ട്. കേരള ഹജ്ജ് കമ്മിറ്റിക്കും ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തമുണ്ട് എന്നും സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ എന്ത് ചെയ്തു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ മുസ്ലിം ലീഗിന് അവ്യക്തത തുടരുകയാണ്. കേരളത്തിൽ നിന്നുള്ള ഏകദേശം 80% ഹാജിമാരെ 1,65,000 രൂപ ഈടാക്കി കൊണ്ടുപോകുവാനുള്ള ഒരു നീക്കം. ഈ നടപടി ഉണ്ടായില്ലെങ്കിൽ, അതിനകത്ത് കൃത്യമായ നടപടി ഉണ്ടായില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കുവാനുള്ള ഒരു ശ്രമത്തിലാണ് മുസ്ലിം ലീഗ്. അത്തരത്തിൽ വലിയൊരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് പോകാനുള്ള ശ്രമം നടത്തുന്നു. പലപ്പോഴും ഇത്തരത്തിൽ പല സമീപനങ്ങൾ ബി ജെ പിയുടെ ഭാഗത്തു നിന്ന്, കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ അതിനോട് യോജിച്ചു പോകുവാനുള്ള ഒരു മനസ്സ് മുസ്ലിം ലീഗിനില്ല എന്നുകൂടി പറയുകയാണ്. ഇവിടെ വളരെ വലിയ ക്രൂരതയാണ് ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ടിട്ട് മുന്നോട്ട് വരുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് PMA സലാം മുന്നോട്ട് വെക്കുന്നത്. PMA സലാം പറഞ്ഞതുപോലെ സുരേഷ് ഗോപിക്ക് വെറുതെ ഒരു എങ്ങനെയെങ്കിലും ഒന്ന് ജയിച്ചു പോകണം തൃശ്ശൂരിൽ നിന്ന്, അതിനുവേണ്ടി മാത്രമുള്ള ഒരു പദ്ധതിയാണ് ഈ ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ടിട്ട് മുന്നോട്ട് വയ്ക്കുന്നത് എന്നുകൂടി പറയുവാൻ PMA സലാം ശ്രമിക്കുകയാണ്. പക്ഷേ പലപ്പോഴും ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളിലൊക്കെ കേന്ദ്രം പറയുന്നതിനെ പലപ്പോഴും പഴയ പറഞ്ഞുകൊണ്ട് കാഴ്ചക്കാരായി നിന്നുകൊണ്ടാണ് പലപ്പോഴും പലതരത്തിലും ഉള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷേ ഈ വിഷയത്തിലൊന്നും അടിയന്തരമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാകുവാൻ കേരള സംസ്ഥാന സർക്കാരുകളോ ഗവൺമെൻറ്റോ കൈകടത്തുന്നില്ല. ഇങ്ങനെയുള്ള ചില വാദങ്ങളും ഒപ്പം തന്നെ പരാതികളും ഒക്കെ PMA സലാം പറഞ്ഞു വെക്കുകയാണ്. കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി അതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. കേരളയിൽ വരുമെന്ന് പറയുന്നത് പോലെയല്ല എന്നും ഏകീകൃത സിവിൽ കോഡ് എന്ന് പറയപ്പെടുന്നത് വളരെ കൃത്യമായി നടപ്പാക്കിയിരിക്കുമെന്നുള്ള ഉറപ്പാണ് സുരേഷ് ഗോപി പറഞ്ഞത്. അതായത് അടുത്ത തിരഞ്ഞെടുപ്പ് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്ത് ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കിയിരിക്കും, പിന്നെ ജാതി എന്ന് പറയപ്പെടുന്നതിന് ഒരു പ്രസക്തിയും ഉണ്ടാകില്ല എന്നുകൂടി സുരേഷ് ഗോപി പറഞ്ഞു വെച്ചു. അതുകൊണ്ടാണ് അത് മുസ്ലിം ലീഗിന് ഇപ്പോൾ ചൊറിഞ്ഞിരിക്കുന്നത്. കണ്ണൂരിൽ BJPയുടെ നേതാവ് K. സുരേന്ദ്രൻ നയിക്കുന്ന പദയാത്രയ്ക്കിടെയായിരുന്നു സുരേഷ് ഗോപി ഇത്തരത്തിലൊരു പ്രസംഗം നടത്തിയത്. ആ പ്രസംഗത്തിനുള്ളിലാണ് ഏക സിവിൽ കോഡിനെ കുറിച്ച് പറഞ്ഞത്. അതേസമയം ഒരു കാര്യം, ഇന്ത്യയിൽ നടപ്പിലാക്കുന്ന മറ്റ് മണ്ഡലങ്ങൾ, ഇപ്പോൾ ഉത്തരാഖണ്ഡിൽ ഫെബ്രുവരി 5 ഏകീകൃത സിവിൽ കോഡ് പാസ്സാക്കുകയാണ്. 2 സംസ്ഥാനങ്ങൾ കൂടി അതിന് തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് ഏകീകൃത സിവിൽ കോഡ് പാസ്സാക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട്. UCC ബിൽ ചർച്ച ചെയ്യുമ്പോൾ ഏകീകൃത സിവിൽ കോഡ് ബിൽ ചർച്ച ചെയ്യുന്നതിനും ഒപ്പം തന്നെ പാസ്സാക്കുന്നതിനുമായിട്ടാണ് ഇപ്പോൾ ഫെബ്രുവരി 5 ഉത്തരാഖണ്ഡിലെ നിയമസഭ പ്രത്യേക ഏകദിന സമ്മേളനം തന്നെ വിളിച്ചു ചേർത്തിരിക്കുന്നത് എന്ന് പറയേണ്ടി വരുന്നു. അവിടെ അത്തരത്തിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുമ്പോൾ മുൻ സുപ്രീം കോടതി ജസ്റ്റിസ് രഞ്ജന പ്രകാശ് ദേശിയുടെ നേതൃത്വത്തിലുള്ള 5-അംഗ സമിതിയുടെ റിപ്പോർട്ട്, ആ റിപ്പോർട്ട് ഈ ഫെബ്രുവരി മാസം 2 അല്ലെങ്കിൽ 3 സർക്കാരിന് സമർപ്പിക്കപ്പെടും. അങ്ങനെ ഒരു പ്രതീക്ഷയിലാണ് അവർ 5 ഏകീകൃത സിവിൽ കോഡ് പാസ്സാക്കാനിരിക്കുന്നത്. പൂർവിക സ്വത്തുക്കളിൽ പെൺമക്കൾക്ക് തുല്യാവകാശത്തിനും ലിംഗസമത്വത്തിനും ഊന്നൽ നൽകുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്നാൽ സ്ത്രീകളുടെ വിവാഹപ്രായം 21 വയസ്സായി ഉയർത്താൻ നിർദ്ദേശിക്കുന്നില്ല എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്.
സ്ത്രീകളുടെ വിവാഹപ്രായം 18 വയസ്സിൽ തന്നെ നിലനിർത്താൻ തന്നെയാണ് ശുപാർശ ചെയ്തിരിക്കുന്നത് എന്നുകൂടി അറിയാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഉത്തരാഖണ്ഡ് നിയമസഭ ഈ UCC ഏകീകൃത സിവിൽ കോഡ് പാസ്സാക്കി കഴിഞ്ഞാൽ തന്നെ മറ്റു 2 BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളായിട്ടുള്ള ഗുജറാത്തിലും ആസാമിലും വളരെ സമാനമായിട്ടുള്ള ബിൽ അവരുടെ നിയമസഭയിൽ പാസ്സാക്കാനാണ് ലക്ഷ്യമിടുന്നത്. അപ്പോൾ ഇങ്ങനെ എത്രയും പെട്ടെന്ന് ഏകീകൃത സിവിൽ കോഡ് ഓരോ സംസ്ഥാനങ്ങളും പാസ്സാക്കിയെടുക്കുകയാണ്. എല്ലാം ആസൂത്രണം ചെയ്തതുപോലെ നടന്നാൽ അടുത്ത ഏതാനും മാസങ്ങൾക്കുള്ളിൽ, അതായത് എനിക്ക് തോന്നുന്നു ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ 3 സംസ്ഥാനങ്ങളിലും, ഞാൻ ഈ പറഞ്ഞ ഉത്തരാഖണ്ഡ്, ഗുജറാത്ത്, ആസാം 3 സംസ്ഥാനങ്ങളിലും ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കും. അവരത് പാസ്സാക്കിയെടുക്കുകയും ചെയ്യും. ഏകീകൃത സിവിൽ കോഡ് പാസ്സാക്കിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ജാതീയമായ വേർതിരിവുകൾ ഉണ്ടാകുന്നുണ്ടോ? ജാതീയമായ വേർതിരിവുകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതെന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? അത് അവസാനിപ്പിക്കേണ്ടതല്ലേ? ഇപ്പോൾ ഈ ഏകീകൃത സിവിൽ കോഡുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ ന്യൂനപക്ഷ പ്രീണനങ്ങളുണ്ട്, അതിൽ നിന്ന് ലഭിക്കുന്ന ആനുകൂല്യങ്ങളുണ്ട്. ഈ ആനുകൂല്യങ്ങളൊക്കെ കൈപ്പറ്റുന്നവർക്ക് മാത്രമാണ് ഇപ്പോൾ വല്ലാതെ ഇത് കൊള്ളുന്നത്. അതായത് ഏകീകൃത സിവിൽ കോഡ് ഉണ്ടാക്കുമ്പോൾ അത് അവരുടെ ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കുന്ന തരത്തിലേക്ക് എത്തപ്പെടുമോ എന്നുള്ള ഒരു ചിന്ത അവർക്കുണ്ട്. സത്യത്തിൽ പൂർവിക സ്വത്തുക്കളിൽ പെൺമക്കൾക്ക് തുല്യാവകാശത്തിനും ലിംഗസമത്വത്തിനും ഊന്നൽ നൽകുന്ന ഒരു റിപ്പോർട്ടാണ് ഉത്തരാഖണ്ഡിൽ നടപ്പിലാക്കാൻ പോകുന്ന ഏകീകൃത സിവിൽ കോഡ് റിപ്പോർട്ടിന്മേലുള്ളത് എന്നാണ് അറിയാൻ കഴിയുന്നത്. മാത്രമല്ല, സ്ത്രീകളുടെ വിവാഹപ്രായം 21 വയസ്സാക്കുകയില്ല, പകരം അത് 18 വയസ്സായി തന്നെ തുടരുകയും ചെയ്യും. ആ വിവാഹപ്രായത്തിലൊന്നും മറ്റൊരു നിർദ്ദേശങ്ങളും ഉണ്ടായിട്ടുമില്ല. അപ്പോൾ ഇതിനെയൊക്കെയാണ് ഇവിടെ മറ്റ് ജാതികളിലുള്ളവർ ഭയപ്പെടുന്നത് എന്നുള്ളതാണ്. ഏകീകൃത സിവിൽ കോഡ് വന്നാൽ ആർക്കാണ് കുഴപ്പം? ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവരുന്നത് ഒരു ഏക സിവിൽ സംവിധാനത്തിനുള്ളിലേക്ക് നമ്മൾ എത്തപ്പെടുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ്. ഇന്ത്യ എന്ന് പറയപ്പെടുന്ന ഒരു മഹാരാജ്യത്തിനുള്ളിൽ ഏകീകൃത സിവിൽ കോഡിൻ്റെ ഏറ്റവും വലിയ ആവശ്യകത എന്ന് പറയപ്പെടുന്നത് തന്നെ നമ്മളെല്ലാവരും വലിയ സോഷ്യലിസം പ്രസംഗിക്കുകയും സോഷ്യലിസ്റ്റുകളെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നതിന് പകരം സോഷ്യലിസം കൊണ്ടുവരേണ്ടത് എങ്ങനെയാണ് എന്നും ഒരേ തരത്തിൽ മനുഷ്യ മനസ്സുകളെ മനസ്സിലാക്കുവാനും ജനങ്ങളെ വേർതിരിക്കാതിരിക്കുവാനുള്ളൊരു സംവിധാനത്തിലേക്ക് ഏക സിവിൽ കോഡ് സംവിധാനം എത്തുന്നു എന്നുള്ളത് അത് ജനകീയമാക്കേണ്ടതാണ്. മാത്രമല്ല, എല്ലാവരും മനസ്സിലാക്കി അതിനോടൊപ്പം ചേർന്ന് നിൽക്കേണ്ടതുമാണ് എന്നാണ് പറയേണ്ടി വരുന്നത്. പക്ഷേ അതിനെ എതിർക്കുന്നവർ ജാതീയമായ മനസ്സുള്ളവരും ജാതീയമായ വേർതിരിവുകൾ ഉള്ളവരുമാണ് അത്തരത്തിൽ ചെയ്യുന്നത് എന്ന് പറയേണ്ടി വരുന്നു. സുരേഷ് ഗോപി രാഷ്ട്രീയ പ്രസംഗം മാത്രമായിരുന്നില്ല കണ്ണൂരിൽ നടത്തിയത് എന്നുകൂടി മനസ്സിലാക്കുക. അതിനകത്ത് മുസ്ലിം ലീഗിന് പൊള്ളേണ്ട കാര്യവുമില്ല. മുസ്ലിം ലീഗ് ജാതീയമായ വേർതിരിവുകളിലാണ് വിശ്വസിക്കുന്നത് എങ്കിൽ അതാണ് അവരുടെ ഏറ്റവും വലിയ പ്രതിസന്ധി അല്ലെങ്കിൽ പ്രശ്നമെന്ന് പറയപ്പെടുന്നത്. ആ ജാതീയമായ വേർതിരിവിനെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന സംവിധാനത്തെ ഒന്ന് മാറ്റിവെച്ചാൽ എല്ലാവർക്കും ലഭിക്കാൻ പോകുന്ന ഒരു സംവിധാനമാണ് ഏകീകൃത സിവിൽ കോഡ് എന്നുള്ള സംവിധാനം. അതുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ ഈ മതചിന്തകളെ മാറ്റി നിർത്തിക്കൊണ്ട്, ആ മതചിന്തകളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് രാഷ്ട്രീയപരമായിട്ടുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതോടൊപ്പം തന്നെ ഏക സിവിൽ കോഡ് പോലുള്ള ജനകീയ വിഷയങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടും അതിനെ അനുകൂലിച്ചുകൊണ്ടും മുന്നോട്ട് പോകേണ്ടതാണ്. ഒരു ഇന്ത്യ എന്ന് പറയപ്പെടുന്ന മഹാരാജ്യത്തിൽ നമ്മളെല്ലാവരും ഒന്നിച്ചു നിൽക്കുമ്പോൾ നല്ലത് എന്നുകൂടി ഓർമ്മപ്പെടുത്തേണ്ടി വരുന്നു.